Anyways, എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചായിരുന്നു ഗ്ലോയി മേക്കപ്പ് ചെയ്യുമെന്ന്. നിന്നെ ഒരു രസം ഞാനൊന്നും എനിക്കൊരു മടിയല്ല, അഹങ്കാരിയല്ല, ഞാനത് മറക്കരുത്. ഗ്ലോയി മേക്കപ്പ് സാധാരണ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ സൺസ്ക്രീനും കൂടെ ഞാൻ മിക്സ് ചെയ്യും. എൻ്റെ സൺസ്ക്രീൻ സ്കിന്നിൻ്റെ എന്നെ കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ട് ഗ്ലോരിയായിരിക്കും. കിണ്ടിൽ ഡോണിട്ട് പോലെ ഞാനിങ്ങനെ തിളങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടാമത്തെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ നെയ്ബർ എന്ന് പറയുന്ന സുസ്മിത ആൻറ്റിയും ഞങ്ങളുമായിരുന്നു. സുസ്മിത ആൻറ്റിക്ക് 2 പെമ്മക്കളായിരുന്നു. അപ്പം ഞങ്ങൾ നല്ല ക്ലോസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇങ്ങനെ വൈകിട്ട് അവിടെ പോയി ഞാനും അമ്മയും കൂടെ സുസ്മിത ആൻറ്റിയും പിള്ളേരും ഞങ്ങൾ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് കലക്കിയിട്ട് ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തും ഇവിടെ നിന്ന് ഇപ്പുറത്തോട്ട് പോകണമെങ്കിൽ അവിടെ കുറച്ച് ചെടികളൊക്കെ ആയിരുന്നു. അപ്പം അറിയില്ല പാടല്ലേ പഴുതാരിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ടോർച്ച് കൊണ്ടാണ് പോകണം. അപ്പം എൻ്റെ വീട്ടിലെ ടോർച്ച് ഈ മെറ്റലിൻ്റെ ഒരു കറുത്ത ടോർച്ചില്ലേ, നല്ല കനമുള്ളൊരു സാധനം, അതാണ് ഞങ്ങളുടെ ടോർച്ച്. ഒരു ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അവിടുത്തെ വീടിൻ്റെ പുറകിൽ കൂടെ ഇറങ്ങി ഇപ്പുറത്തോടെ ഇങ്ങനെ കയറുമായിരുന്നു. ഇങ്ങനെ അന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ബട്ട് ഇനീസ് അപ്പം ഞങ്ങൾ അവിടെ കൂടെ ഇറങ്ങി ശരി ഫോൺ തറ്റ ബേബിയൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ കയ്യിൽ ടോർച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഇങ്ങനെ ഞാനാണെങ്കിൽ പാട്ട് പാടും. വീട് പറയുകയാണോ അങ്ങ് ബെൽറ്റ് ചെയ്ത് വിടുക. വിട്ടിട്ട് ഒരൊറ്റയാടി ഈ ടോർച്ചിൻ്റെ പേര് ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത് കറക്റ്റ് ശ്രദ്ധിച്ചില്ല. ഞാൻ ഒരൊറ്റയാടി എന്ന തലയിൽ എന്താ പറയാ, നല്ല വേദന ഉണ്ടായിരുന്നു. എപ്പോഴും എനിക്ക് അവരെങ്ങനെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നതല്ല, ഒരു സ്മരണ. ഇനെന്താ പറയാ, മെമ്മറീസ് ഞങ്ങളിങ്ങനെ മുഴുകിയിരിക്കാറുണ്ട് എൻ്റെ ഒരു മന്ദത്തരത്തിൽ. പിന്നെ കുറേ നാൾ ഞാൻ ഇങ്ങനെ അവിടെ നിന്നിട്ട് ഇറങ്ങുമ്പോൾ അവരാണെങ്കിൽ അവിടെ ആൻറ്റിയും പിള്ളേരും കൂടെ വീടാ പറയുകയാണോ എന്നിങ്ങനെ കാണി. മനസ്സിലായില്ലേ? അതൊക്കെ ഒരു സുന്ദരമായ നിമിഷങ്ങൾ. ഞാൻ കുറച്ച് പുരികത്തിൻ്റെ അറ്റം മൊത്തം അങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെയായിരുന്നു അരച്ചു തന്നു. എനിക്ക് ഇഷ്ടം അങ്ങനെ വരെങ്കിൽ എൻ്റെ അച്ഛൻ നല്ലൊരു ഗ്ലോയി ബെസ്റ്റാണ്. ലേഡി ഗാഗയുടെ ബ്ലസ് തിളങ്ങണ്ടേ നമ്മൾ ഉള്ളത് പറയാമല്ലോ. ഒരു രക്ഷയില്ല. പ്രത്യേകിച്ച് ഹീറ്റ് മാറാനത് കുറച്ച് പ്ലംബിംഗ് ആണ്. ഇങ്ങനെ ഇരിക്കണം അതുകൊണ്ട് അതാണ് ഇതിക്ക് താല്പര്യമെങ്കിൽ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇത്രയും തിളങ്ങാൻ പറയോ? കുറച്ചുകൂടി തിളങ്ങോ? ഇതിലൊക്കെ പോരെ കാലം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട. അല്ലേ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാമോ? നോക്കിയിരുന്നോ? ഞാൻ സമ്മതിക്കില്ല. ശരിയാവാ. ബൈ.